നമസ്കാരം. ഇറാനുമായി വെടിനിർത്തൽ കരാറിന് ധാരണയായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ബാരലിന് $116 ഉണ്ടായിരുന്ന എണ്ണവില അപ്പോൾ തന്നെ 95ലേക്ക് താണു. ലോകമേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സുന്ദര പ്രഖ്യാപനമായിരുന്നു ട്രംപ് നടത്തിയത്. പക്ഷേ ആ കരാറുമായി ബന്ധപ്പെട്ട് പിന്നീട് പുറത്തേക്ക് വന്ന വിശദാംശങ്ങൾ ലോകത്തെ ഞെട്ടിച്ചു. മറ്റൊരു വഴിയുമില്ലാതെ തലയൂരാൻ വേണ്ടി ട്രംപ് നടത്തിയ ഒരു നാടകമായിരുന്നു ഈ വെടിനിർത്തൽ പ്രഖ്യാപനം എന്ന് ലോകത്തിന് ബോധ്യമായി. ഇറാൻ മുമ്പോട്ട് വെച്ച 10 ആവശ്യങ്ങളിൽ 9 അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത യുദ്ധത്തിൻ്റെ ലക്ഷ്യത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ്. അത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞാലും ഇസ്രായേലിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വെറും ചവിട്ട് നാടകമാണ് എന്ന് കാര്യകാരണ സഹിതം നിരീക്ഷകർ വിലയിരുത്തി. ട്രംപിൻ്റെ പ്രഖ്യാപനം പാഴാണെന്നും വെടിനിർത്തൽ അസാധ്യമാണെന്നും ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം തന്നെ ഇന്നലെ രൂപപ്പെട്ടു. വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായതല്ലാതെ ഒരിടത്തും വെടിയൊച്ച നിലച്ചില്ല. ഇറാൻ സൗദിയിലേക്കും കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഇന്നലെയും ഡ്രോണുകൾ അയച്ചു. എന്ന് വെച്ചാൽ ഇറാൻ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല, ഇറാൻ ഇതൊന്നും അംഗീകരിച്ച മട്ടില്ല. ഇറാൻ അതേക്കുറിച്ച് പറയുന്നത് 10 ആവശ്യങ്ങളാണ് മുമ്പോട്ട് വെച്ചത്. അതിൽ 3 അവർ ലംഘിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ഇറാൻ ആകാശത്ത് അതിക്രമിച്ച് ഇസ്രായേൽ മിസൈലുകൾ എത്തിയെന്നതാണ്. എന്ന് വെച്ചാൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളും അവസാനിപ്പിക്കുന്നില്ല. ഇതായിരുന്നു ആദ്യത്തെ കരാർ ലംഘനമായി ഇറാൻ ചൂണ്ടിക്കാണിച്ചത്. രണ്ടാമത്തേത്, ഈ വാർത്ത പുറത്തു വന്ന തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രഖ്യാപിച്ചു അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറിൽ ലെബനോൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന്. 10 ആവശ്യങ്ങളായിരുന്നു. അതിൽ 10ാമത്തേത് എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളും അമേരിക്കയും സഖ്യകക്ഷികളും നിർത്തിവയ്ക്കണം, ഇൻക്ലൂഡിങ് ലെബനോൻ എന്നാണ്. എന്ന് വെച്ചാൽ ലെബനോനെ ആക്രമിക്കുന്നതും നിർത്തിവയ്ക്കണം. ലെബനോൻ എന്നാണ് പറയുന്നതെങ്കിലും ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ലെബനോനിലാണ് എന്നോർക്കണം. ഈ നിബന്ധന തങ്ങൾക്ക് ബാധകമല്ല, ഇക്കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി അതിശക്തമായ ആക്രമണമാണ് ഇന്നലെ ബെയ്റൂട്ടിൽ നടത്തിയത്. ഇന്നലത്തെ ആക്രമണത്തിൽ മാത്രം ഏതാണ്ട് 185 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബെയ്റൂട്ടിലെ 100 കണക്കിന് കെട്ടിടങ്ങൾക്ക് മേൽ ഇസ്രായേൽ ഇന്നലെ ബോംബ് വർഷിച്ചു. അതായത് കരാർ ലംഘനം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. മാത്രമല്ല, ഈ കരാറുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് സംസാരിച്ച വൈറ്റ് ഹൗസിൻ്റെ പ്രതിനിധി പറഞ്ഞത് ഇറാന് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി കൊടുത്തിട്ടില്ല എന്നാണ്. യുദ്ധം ആരംഭിച്ചതുപോലും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു, യുറേനിയം സമ്പുഷ്ടീകരണം അണുബോംബ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് യുദ്ധം ആരംഭിച്ചതുപോലും. ഇറാൻ അന്നേ പറഞ്ഞിരുന്നു ഞങ്ങളുടെ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ ഊർജാവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, അണുബോംബിനല്ല എന്ന്. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞാൽ അത് അണുബോംബാക്കി മാറ്റാൻ ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് അത് അനുവദിക്കണം എന്നായിരുന്നു ഇറാൻ്റെ എക്കാലത്തെയും ആവശ്യം. അതിന് അനുമതി കൊടുത്തിരിക്കുന്നു അമേരിക്ക എന്ന് വെച്ചാൽ അതിനർത്ഥം ഇറാന് നേരെ നടത്തിയ ആക്രമണം തന്നെ വൃഥാവിലായി എന്നാണ്. ഈ കരാറുമായി ബന്ധപ്പെട്ട അമേരിക്കയിലും ലോകത്തെല്ലായിടത്തും ഏറ്റവും അധികം എതിർപ്പുണ്ടായത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഇന്നലെ അമേരിക്കയ്ക്ക് ഔദ്യോഗികമായി അത് നിഷേധിക്കേണ്ടി വന്നു. യുറേനിയം സമ്പുഷ്ടീകരണം എന്നത് കരാറിലില്ല, ഹിസ്ബുള്ളയെ ആക്രമിക്കില്ല എന്ന് കരാറിലില്ല. ഇത് രണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇറാൻ പറഞ്ഞു ഔദ്യോഗികമായി വെടിനിർത്തൽ ലാപ്സായിരിക്കുന്നു, അമേരിക്ക വെടിനിർത്തൽ ലംഘിച്ചിരിക്കുന്നു. ഇനി ഇത് തുടർന്നാൽ, അതായത് ലെബനനിൽ ആക്രമണം തുടർന്നാൽ, യുറേനിയൻ സമ്പുഷ്ടീകരണത്തിന് അനുമതി നിഷേധിച്ചാൽ ചർച്ചയില്ല എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് വളരെ കഷ്ടപ്പെട്ട് ആത്മാഭിമാനം പണയപ്പെടുത്തി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനം വൃഥാവിലായി, വെടിനിർത്തൽ ചീറ്റിപ്പോയി എന്നർത്ഥം. മാത്രമല്ല, വെടിനിർത്തൽ പ്രഖ്യാപിച്ച അന്നു മുതൽ ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം ആരംഭിക്കും എന്നായിരുന്നു ട്രംപിൻ്റെ വാഗ്ദാനം. ട്രംപ് ഇന്നലെ വിജയപ്രഖ്യാപനമൊക്കെ നടത്തി. ഇറാൻ ഭയന്നുപോയി, ഇറാൻ കീഴടങ്ങി, ഇറാൻ അമേരിക്കയുടെ ശക്തമായ നിലപാടിന് മുമ്പിൽ അടിയറവ് പറഞ്ഞു എന്നൊക്കെയാണ് ഇന്നലെ അമേരിക്കയുടെ പ്രതിരോധ വക്താവ് വ്യക്തമാക്കിയത്. അങ്ങനെയൊക്കെ പറഞ്ഞ് തടി തപ്പാനുള്ള ശ്രമമായിരുന്നു. യഥാർത്ഥത്തിൽ ട്രംപ് അത്രയും ആവേശം ഇന്നലെ കാട്ടിയില്ല. ട്രംപിനറിയാം തൻ്റെ വാക്കുകൾ കൂടുതൽ കുഴപ്പമുണ്ടാക്കുമെന്ന്. പക്ഷേ എന്ത് സംഭവിച്ചു? ട്രംപ് വായടച്ചിരുന്നിട്ടും ഇറാൻ വെറുതെ വിട്ടില്ല. ഇറാൻ ഇന്നലെ പറഞ്ഞിരുന്ന 2 കപ്പലുകളെയും തിരിച്ചു വിളിച്ചു. 2 കപ്പലുകൾക്ക് അനുമതി കൊടുത്തിരുന്നു. ആ 2 കപ്പലുകളും ഇന്നലെ ഹോർമൂസ് കടലിടുക്കിന് നേരെ നീങ്ങിയതാണെങ്കിലും ഈ പ്രതിസന്ധി മൂർച്ഛിച്ചപ്പോൾ അവർ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഈ കപ്പലുകൾ തിരിച്ചു പോവുകയും ചെയ്തു. കാരണം ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം തങ്ങളുടെ കയ്യിലായിരിക്കുമെന്നാണ്. തങ്ങളുടെ അനുമതിയോടെ മാത്രമേ
കപ്പലുകൾക്ക് കടന്നു പോകാൻ പറ്റൂ. മാത്രമല്ല കപ്പലൊന്നിന് $2 മില്യൺ പ്രതിഫലമായി തങ്ങൾക്ക് നൽകണം എന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അസാധ്യമാണ് എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഒന്ന്, വലിയ ഇൻഷുറൻസ് തുകയാണ്. അതിനൊപ്പം $2 മില്യൺ കൂടി കൊടുത്താൽ ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് നഷ്ടപ്പെടും. ട്രംപ് ആവട്ടെ അതിനുപോലും സമ്മതമാണ് എന്ന അവസ്ഥയിലാണ്. അതായത് ഇന്നലെയും ഹോർമൂസ് കടലെടുക്ക് തുറന്നില്ല, ഇന്നലെയും കപ്പൽ ഗതാഗതം സംഭവിച്ചില്ല. ട്രംപിൻ്റെ വാഗ്ദാനം വെറുതെയായി. ചുരുക്കി പറഞ്ഞാൽ വെടിനിർത്തൽ അക്ഷരാർത്ഥത്തിൽ ചീറ്റി. എന്തായിരിക്കും ഇനി ഇറാൻ അമേരിക്കൻ യുദ്ധത്തിൻ്റെ ഭാവി എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ശക്തമായി. ട്രംപിന് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു ധാരണയുമില്ല. ഇറാൻ അനുകൂലമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെതിരെ അമേരിക്കയിൽ ജനരോഷം ശക്തമായിട്ടുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും നാണം കെട്ട ഒരു കീഴടങ്ങൽ എന്ന് അമേരിക്കക്കാർ തന്നെ പറയുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി മാത്രമല്ല, ട്രംപിൻ്റെ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കുകാർ പോലും ട്രംപിനെ തെറി വിളിച്ചു തുടങ്ങി. അമേരിക്കൻ കോൺഗ്രസിനോട് ഉത്തരം പറയണം, ചർച്ച നടത്തി എന്ത് ധാരണയ്ക്കാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് അറിയിക്കണം എന്നാണ് റിപ്പബ്ലിക്കൻ കോൺഗ്രസ്മാൻ ആവശ്യപ്പെട്ടത്. 10 നിബന്ധനകളാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഈ നിബന്ധനകൾ ചർച്ച ചെയ്യാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 10-ൽ ആദ്യത്തേതൊഴികെ 9 നിബന്ധനകളും അമേരിക്കയ്ക്കെതിരാണ്, യുദ്ധത്തിൻ്റെ ലക്ഷ്യത്തിനെതിരാണ്, ഇറാൻ അനുകൂലമാണ്. ഈ 9-ൽ ഏതെങ്കിലും നടപ്പിലാക്കിയാൽ ഇറാൻ ഈ യുദ്ധത്തിൽ വിജയിച്ചു എന്ന അവസ്ഥയുണ്ട്. ഇറാൻ ആവട്ടെ 9ഉം നടപ്പിലാക്കിയാൽ മാത്രമേ വെടിനിർത്തലുള്ളൂ എന്ന് പറയുമ്പോൾ അമേരിക്ക അക്ഷരാർത്ഥത്തിൽ തോൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഒന്നാമത്തേത് അഗ്രഷൻ പാടില്ല എന്നാണ്. അതായത് ഒരു കാരണവശാലും ആക്രമിക്കരുത് എന്നാണ്. അത് നടപ്പിലാക്കാൻ പ്രയാസമൊന്നുമില്ല, എല്ലാം വെടിനിർത്തലിൻ്റെയും കാതലാണ്. രണ്ടാമത്തേത് ഹോർമൂസ് കടലിടുക്കിന് നിയന്ത്രണം തങ്ങൾക്ക് വേണം എന്നതാണ്. അതാണിപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന് നിയന്ത്രണം ഇറാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും കപ്പലുകൾ പണമടയ്ക്കേണ്ട സാഹചര്യമുണ്ട്. 3, യുറേനിയൻ സമ്പുഷ്ടീകരണം തുടരാൻ അനുവദിക്കണം. എന്ന് വെച്ചാൽ ഇറാന് അണുബോംബ് ഉണ്ടാക്കാനുള്ള അനുമതി കൊടുക്കണമെന്നാണ്. ഇറാൻ അത് സമ്മതിക്കുന്നില്ലെങ്കിലും ഇതിനെതിരെയാണ് യുദ്ധം പ്രഖ്യാപിച്ചതും ഇസ്രായേൽ ഭയക്കുന്നതും. 4-മത്തേത് പ്രൈമറി സാങ്ഷൻ, പ്രാഥമികമായ ഉപരോധങ്ങൾ പിൻവലിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള എല്ലാ ഉപരോധങ്ങളിലും പ്രധാനപ്പെട്ട ഉപരോധങ്ങൾ പിൻവലിക്കണം. 5-മത്തേത് സെക്കൻഡറി സാങ്ഷൻ, അതായത് ബാക്കിയുള്ള ഉപരോധങ്ങൾ പിൻവലിക്കണം. 6-മത്തേത് UN സുരക്ഷാ കൗൺസിലിൻ്റെ, ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഇറാനെതിരെ പാസ്സാക്കിയിരിക്കുന്ന പ്രമേയങ്ങളെല്ലാം പിൻവലിക്കണം. 7-മത്തേത് ബോർഡ് ഓഫ് ഗവർണേഴ്സ് റെസൊല്യൂഷൻസ്, അതായത് ആറ്റമിക് എനർജി ഏജൻസി ഉണ്ട്. ഈ അണുവായുധങ്ങളെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് ആറ്റമിക് എനർജി ഏജൻസി. ഈ ആറ്റമിക് എനർജി ഏജൻസി പല റെസൊല്യൂഷൻസും പല പ്രമേയങ്ങളും ഇറാനെതിരെ പാസ്സാക്കിയിട്ടുണ്ട്. അവയെല്ലാം പിൻവലിക്കണം. 8, ഈ യുദ്ധത്തിൽ ഇറാനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. അതായത് അമേരിക്കയും ഇസ്രായേലും ബോംബിട്ട് തകർത്തതെല്ലാം ശരിയാക്കി കൊടുക്കണം. 9, GCC രാജ്യങ്ങളിൽ നിന്നും പിന്മാറണം. അതായത് അമേരിക്കയുടെ ഗൾഫിലെ സൈനിക താവളങ്ങൾ പിൻവലിക്കണം. 10-മത്തെ എല്ലാ യുദ്ധമുഖങ്ങളിൽ നിന്നും, അതായത് ലെബനൻ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും പിന്മാറണം. ലെബനനിൽ ആക്രമണം നടത്തിയ ഹിസ്ബുള്ളയ്ക്കെതിരെയാണ്. അവസാനത്തെ 4 ഒരു തരത്തിലും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. യുറേനിയം സമ്പുഷ്ടീകരണം, അതായത് അമേരിക്ക എന്തിനു വേണ്ടിയാണോ യുദ്ധം പ്രഖ്യാപിച്ചത്, ഇസ്രായേൽ എന്തിനെയാണോ ഭയക്കുന്നത്, അതിന് അനുമതി കൊടുക്കണം. അതൊരിക്കലും അനുവദിക്കാൻ പറ്റുന്നതല്ല. 2-മത്തേത് യുദ്ധത്തിനുണ്ടായ നഷ്ടപരിഹാരം കൊടുക്കണം. ആ നഷ്ടപരിഹാരം കൊടുത്താൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇതിനേക്കാൾ വലിയ നാണക്കേടില്ല. മാത്രമല്ല ആ ബാധ്യത ഏറ്റെടുക്കാനുള്ള ശേഷി ആ രാജ്യങ്ങൾക്കില്ല. 3, അമേരിക്കൻ സൈനിക താവളങ്ങൾ മുഴുവനും അവസാനിപ്പിക്കണം. ഇതോടുകൂടി അമേരിക്ക പൂർണ്ണമായും പശ്ചിമേഷ്യയിൽ നിന്നും തള്ളപ്പെടും. അമേരിക്കയുടെ ലോക പോലീസ് കിരീടം ഇല്ലാതാകും. 4, ഹിസ്ബുള്ള അടക്കമുള്ള ഭീകര സംഘടനകൾ വെറുതെ വിടണം. ഈ 4-ൽ ഏത് അംഗീകരിച്ചാലും ഇസ്രായേലിനും അമേരിക്കയ്ക്കും പിന്നെ നിലനിൽപ്പില്ല. അമേരിക്കയ്ക്ക് ലോക പോലീസിൻ്റെ കിരീടം നഷ്ടപ്പെടും, ഇസ്രായേലിന് അവരുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാവും. അതുകൊണ്ട് ഇത് 4ഉം അംഗീകരിക്കുന്ന ചർച്ചയ്ക്ക് സാധ്യമല്ല. ട്രംപിനത് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ചർച്ചയ്ക്കൊരു വഴിയൊരുക്കാൻ വേണ്ടി മാത്രമാണ് ട്രംപ് നിശബ്ദത പാലിക്കുന്നത്. ഇത് 4ഉം അംഗീകരിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറഞ്ഞത്. ഇറാൻ അറിയാം വെടിനിർത്തലും കൊണ്ടൊന്നും കാര്യമില്ല, ഇതൊന്നും നടക്കില്ല. അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് ഇറാൻ സമ്മതിച്ചത്. അതുകൊണ്ടാണ് ഇറാൻ ഇന്നലെയും സൗദിക്ക് നേരെയും കുവൈറ്റിന് നേരെയും ബഹ്റൈന് നേരെയും ആക്രമണം നടത്തിയത്. വെടിനിർത്തൽ സംഭവിച്ചതായി ഇറാൻ വിശ്വസിക്കുന്നേയില്ല. ഇറാൻ പരിഹസിച്ചതാണ് ട്രംപിനെ, അമേരിക്കയെ. ആ പരിഹാസം സത്യമാണെന്ന് കരുതി അവർ ഏറ്റെടുത്തു. ഒരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ടാണ് ട്രംപ് ഇന്നലെ നാറ്റോയ്ക്കെതിരെ രംഗത്ത് വന്നത്. നാറ്റോ സെക്രട്ടറി ജനറൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഭിന്നതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അതിനുശേഷം ട്രംപ് പറഞ്ഞത് നാറ്റോയിൽ നിന്നും പിന്മാറാൻ ആലോചിക്കുന്നുവെന്നാണ്. നാറ്റോ ആവശ്യ സമയത്ത് സഹായിച്ചില്ല, അതുകൊണ്ട് ഇനിയും സഹായിക്കുമെന്ന് വിശ്വാസമില്ല, അതുകൊണ്ട് നാറ്റോയിൽ തുടർന്നിട്ട് കാര്യമില്ലെന്നാണ്. പക്ഷേ ട്രംപ് മറന്നുപോകുന്നത് നാറ്റോയ്ക്ക് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. നിയമം ലംഘിച്ച് നാറ്റോയ്ക്ക് ഇടപെടാൻ കഴിയില്ല.
നാറ്റോയോട് ആലോചിക്കാതെ അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ പങ്കെടുക്കേണ്ട ബാധ്യത നാറ്റോയ്ക്കില്ല. ആവശ്യ സമയത്ത് സഹായിച്ചില്ല എന്ന് പറയണമെങ്കിൽ നാറ്റോയെ കാര്യം ബോധ്യപ്പെടുത്തി നാറ്റോയുടെ അനുമതി വാങ്ങണം. നാറ്റോയെ വിശ്വാസത്തിലെടുക്കാതെ അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് യുദ്ധത്തിന് പോയിട്ട് പിന്നീട് പ്രതിസന്ധിയിലായപ്പോൾ നാറ്റോ സഹായിക്കണമെന്ന് പറഞ്ഞാൽ നാറ്റോയുടെ ലക്ഷ്യത്തെ അത് ബാധിക്കുമെന്ന് ട്രംപ് തിരിച്ചറിയുന്നില്ല. എന്തായാലും വെടിനിർത്തൽ ചീറ്റിയിരിക്കുകയാണ്, ട്രംപ് പെട്ടിരിക്കുകയാണ്. ഇനി എന്തു സംഭവിക്കും എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ ലോകത്തിന് ആശങ്കയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.